നമുക്ക് അധികം സമയമില്ലാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ മടി പിടിച്ചിട്ടുള്ള ദിവസങ്ങളിലൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. പക്ഷേ ഇത് നല്ല രുചിയാണ്, എത്ര കഴിച്ചാലും മതിയാവില്ല. പക്ഷെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ഇടിമുട്ട, ഇഡലി മുട്ട എന്നൊക്കെയാണ് ഇതിന് പൊതുവെ ഈ ഭാഗങ്ങളിലൊക്കെ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 9 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഇഡലി തട്ടിന് 9 കുഴിയാണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ 9 മുട്ട എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മുട്ട എടുത്താൽ മതി. ഇഡലിക്കുഴി ഇപ്പോൾ കാലിയാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഇഡലി തട്ടിന് ഞാൻ എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. എല്ലാ കുഴിയിലും നന്നായിട്ട് എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, എല്ലാ ഭാഗത്തും നന്നായിട്ട് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓരോ മുട്ടയും നമുക്ക് എടുത്തിട്ട് ഓരോ കുഴിയിലേക്ക് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പൊട്ടിക്കുന്ന സമയത്ത് ഇതിൻ്റെ മഞ്ഞ പൊട്ടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുഴപ്പമൊന്നുമില്ല, പക്ഷെ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല മഞ്ഞ പൊട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ആദ്യത്തെ ഇഡലി തട്ടിൽ മുട്ട ഒഴിച്ച സമയത്ത് എല്ലാ കുഴിയിലും അധികം വന്നത് ഒരു കുഴിയിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു മുട്ട മുഴുവൻ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഒരു മുട്ടയുടെ യോക്ക് മാത്രമാണ് ഞാൻ അതിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മുട്ട എല്ലാ കുഴിയിലും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 8.5 മുട്ടയോളം മാത്രമേ ഇതിൽ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇഡലി തട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് അത് തിളച്ചിട്ടുണ്ട്. ഇനി 2 ഇഡലി തട്ടുകളും ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. 2 തട്ടുകളും ഉള്ളിൽ വെച്ചതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. മുട്ടയായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് സമയം മാത്രം മതിയാവും. അപ്പോൾ അത്ര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന മുട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി തട്ട് രണ്ടും ഇതിൽ നിന്നും പുറത്തേക്ക് എടുക്കാം. 2 തട്ടുകളും പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിൽ നിന്നും ഇളക്കിയെടുക്കാം. മുട്ട ചൂടോടുകൂടി ഇളക്കുന്നതിനേക്കാളും ഒന്ന് തണുത്തതിന് ശേഷം ഇളക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇളക്കി കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ആദ്യം തന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ വരെ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട്. ഇനി 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കല്ലുമ്മക്കായി നിറച്ചത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന മസാലക്കൂട്ടുണ്ടല്ലോ, അത് തന്നെയാണ്. അപ്പോൾ വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുട്ട ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിൽ നിന്നും മുട്ട ഇളക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. നമ്മൾ എണ്ണയൊക്കെ തടവിയത് കൊണ്ടും കുറച്ചൊന്ന് ചൂട് കുറഞ്ഞതുകൊണ്ടും വളരെ പെട്ടെന്ന് ഇത് ഇളകി കിട്ടും. മുഴുവൻ മുട്ടയും ഇതിൽ നിന്നും ഇളക്കിയെടുക്കാം. മുട്ട മുഴുവനും ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഓരോ മുട്ടയും എടുത്തിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കിയ മസാലയിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതിലൊന്ന് മസാല പുരട്ടിയെടുക്കാം. മുട്ടയുടെ 2 ഭാഗവും ഇതുപോലെ നന്നായിട്ട് മസാല പുരട്ടിയതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ മുഴുവൻ മുട്ടയിലും നമുക്ക് മസാല പുരട്ടിയെടുക്കാം. ഒൻപത് മുട്ടയിലും മസാല പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ മസാല പുരട്ടിയ ഓരോ മുട്ടയും എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ പാനിൽ നിറയെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കല്ലുമ്മക്കായൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ മുട്ട ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുവരെ പൊട്ടിത്തെറിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നാലും കുറച്ച് ദൂരെ നിന്നോളൂ, അഥവാ പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ പണിയാവും. അതുകൊണ്ട് മുട്ട ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മുഴുവൻ മുട്ടയും തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ മറ്റേ വശവും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടിമുട്ടയുടെ 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. 2 വശവും മസാലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്.
എല്ലാ മുട്ടയും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയിരിക്കുന്ന 3 മുട്ട കൂടി നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ഇടിമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ചായയുടെ കൂടെ നമുക്കിത് എത്ര കഴിച്ചാലും മതിയാവില്ല. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിമുട്ടയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്